ഇപ്പോൾ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ അവരൊക്കെ ഈ പിന്നെ സിമോൺ ഡി ബൂവേനെ പോലെയുള്ള ആൾക്കാരെ ഫെമിനിസ്റ്റുകളെയൊക്കെയാണ് പൊക്കിപ്പിടിച്ചിട്ട് നടക്കുന്നത് കാണാറുള്ളത്. ഇപ്പോൾ അവരുടെ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പിന്നെ ദ സെക്കൻഡ് സെക്സ് എന്ന് പറയുന്ന പുസ്തകം, അത് എനിക്കൊന്നു വെച്ചാൽ അതിൻ്റെ ഒരു കോർ അതിൽ അവർ പറയുന്ന കാര്യങ്ങൾ പ്രേക്ഷകർക്ക് കൊടുത്താൽ നന്നാവും ഇത് ഈ തോന്നുന്നു. സെക്കൻഡ് വേവ് ഫെമിനിസത്തിൻ്റെ അത് നോക്കുമ്പോൾ അതിലുള്ളൊരു അവരൊരു ബൈബിൾ ഫെമിനിസത്തിൻ്റെ ബൈബിൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ് സത്യം പറഞ്ഞാൽ സെക്കൻഡ് സെക്സ്. ഉം. വളരെ ബൃഹത്തായ ഗ്രന്ഥമാണ്, 700ഓളം പേജുള്ള വളരെ ബൃഹത്തായ ഗ്രന്ഥമാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള ഒരു 3 പോയിന്റ്. ഒന്ന് അവരുടെ അറ്റാക്ക് ഓൺ മദർഹുഡ്, അതായത് മാതൃത്വം എന്നൊരു വളരെ മനോഹരമായ കാര്യത്തിനായിട്ട് വളരെ പൈശാചികവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അതിനെപ്പറ്റി വളരെ ആക്ഷേപങ്ങളും, ഒരു മദർഹുഡ് എന്ന് പറയുന്നത് തന്നെ എന്തോ ഒരു വലിയൊരു അപരാധമായിട്ട് അപരാധമായിട്ട് കാണിക്കുക കാണിക്കുന്ന എന്നുള്ളതാണ്. രീതിയിലാണ്. എനിക്ക് തോന്നുന്നു വെച്ചാൽ ചില ഫെമിനിസ്റ്റുകളൊക്കെ അതിനെ പിന്നെ ഒരു പാരസൈറ്റിസം അതുമാത്രല്ല പോലെ ഒരു കംഫർട്ടബിൾ കോൺസെൻട്രേഷൻ ക്യാമ്പാന്ന് വരെ പറയുന്നത്. ഇത് നാസികളുടെ കാലത്തുണ്ടായിരുന്ന ആ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പുണ്ടല്ലോ, അതായിട്ട് താരതമ്യം ചെയ്യാണ് ഈ ഒരു മദർഹുഡ്. മദർഹുഡിനെ. അങ്ങനത്തെ ഒരു ഇതുണ്ട്. രണ്ടാമത് ഇവർ പറഞ്ഞ അടിസ്ഥാനപരമായ വാദം ജെൻഡർ ഇസ് എ സോഷ്യൽ കൺസ്ട്രക്ട്. അത് അവിടെ നിന്ന് തുടങ്ങിയതാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ജെൻഡർ എന്ന് പറയുന്നത് സാമൂഹിക നിർമ്മിതിയാണെന്നുള്ളൊരു വാദം. ആ ഒരു യാതൊരു ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്തൊരു വാദമാണ്. പക്ഷെ അത് അന്ന് തുടങ്ങിയാണ് അല്ലേ? അത് ഇന്നും ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഇപ്പോഴും അതൊരു ഭയങ്കര വലിയ സംഭവമായിട്ട് പൊക്കി പിടിക്കുന്നതാണ്. അതുപോലെ തന്നെ മൂന്നാമത്താണ് അവർ സെക്ഷൽ ലിബറേഷനായി ബന്ധപ്പെട്ട ഒരു വാദങ്ങൾ, അതായത് കുത്തഴിഞ്ഞ ലൈംഗികത. അങ്ങനെ അവരുടെ വീക്ഷണപ്രകാരം കുടുംബം എന്നൊരു വ്യവസ്ഥതയാണ് എല്ലാ സ്ത്രീ അടിച്ചമർത്തപ്പെടാനും ചൂഷണം ചെയ്യപ്പെടാനുള്ള കാരണം. കുടുംബമാണ് പ്രശ്നം. അതുകൊണ്ടാണ് വിവാഹത്തിന് പറയുന്നത് കുടുംബം ഇല്ലാതായാലും പ്രശ്നം തീർന്ന്. അപ്പം പക്ഷെ എന്നാൽ അതേസമയത്ത് ലൈംഗികമായ പല ആവശ്യങ്ങളും. അതാണ് എനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ വിഷയം പറയുമ്പോൾ ആർക്കാണ് ഗുണം കിട്ടുന്നത്? അത് പുരുഷന്മാരാണ് വേറെ കാര്യം. കാരണം ഇവർ തമ്മിൽ ഇടപെട്ടാലും ഒരു കുട്ടി ഉണ്ടായാലും അത് മൊത്തം പെണ്ണിന്റെ സൈഡിൽ പ്രശ്നമായി മാറും. ആണുങ്ങൾക്ക് സംബന്ധിച്ചോളം കമ്മിറ്റ്മെന്റും ഇല്ലാതെ സുഖമായിട്ട് ലൈബിലിറ്റി ഇല്ലാതെ പോകാൻ പറയുന്ന ആൾക്കാർ ഫെമിനിസ്റ്റുകളും. സെക്കൻഡ് സെക്സ് അല്ലാണ്ട് ഇതിന് ശേഷം ഇവർ കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടില്ലേ? അതാണ് ഏറെ തമാശയുള്ള കാര്യം. അതായത് ആദ്യ ഘട്ടത്തെ എഴുതിയ പുസ്തകമാണ് സെക്കൻഡ് സെക്സ്. അതിന് ശേഷം പല പുസ്തകങ്ങളും പല എഴുത്തുകളും ഇൻ്റർവ്യൂകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിലെനിക്ക് അതിന് മുമ്പ് സിമോൺ ഡെ ബോർ പോലെ തന്നെ ഒരു ഫെമിനിസ്റ്റുകൾ പൊക്കി പിടിക്കുന്ന വേറെ ആളാണ് ബെറ്റി ഫ്രീഡൻ. ഇവർ രണ്ടും തമ്മിലൊരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. അതിൽ ഒരു പ്രസക്തമായ ഭാഗം ഞാൻ വേണമെങ്കിൽ വായിച്ചുതരാം. അതിൽ ബെറ്റി ഫ്രീഡൻ സിമോൺ ഡെ ബോറോട് ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുന്ന കാര്യമാണ്: നോ വുമൺ ഷുഡ് ബി ഓതറൈസ്ഡ് ടു സ്റ്റേ അറ്റ് ഹോം ടു റൈസ് എ ചിൽഡ്രൻ. സൊസൈറ്റി ഷുഡ് ബി ടോട്ടലി ഡിഫറെൻറ്റ്. വുമൺ ഷുഡ് നോട്ട് ഹാവ് ദാറ്റ് ചോയ്സ്. പ്രിസൈസ്ലി ബിക്കോസ് ഇഫ് ദെയർ ഇസ് സച്ച് എ ചോയ്സ്, ടു മെനി വുമൺ വിൽ മേക്ക് ദാറ്റ് വൺ. ഇറ്റ് ഈസ് എ വേ ഓഫ് ഫോഴ്സിങ് വുമൺ ഇൻ എ സർട്ടൻ ഡയറക്ഷൻ. അതായത് മദർഹുഡോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ ഇരിക്കാനുള്ള സാഹചര്യം സ്ത്രീകൾ കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ സ്ത്രീകൾ അതാണ് ഒപ്റ്റ് ചെയ്യുക, അതാണ് എടുക്കുക. സ്ത്രീയുടെ അവരുടെ ഇൻസ്റ്റിങ്ക്റ്റ് അതാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. സംഭവിക്കാൻ പാടില്ല. ഒരു വിഷയം എന്താ അറിയാം, ഈ കാര്യം ഇന്നും ചില ആൾക്കാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ പിന്നെ വീട്ടിലിരിക്കുക അല്ലെങ്കിൽ വീട്ടമ്മയാവുക എന്നുള്ളത് ഒരു ജോലിയല്ല, അല്ലെങ്കിൽ അതൊരു കുറഞ്ഞ സാധനമായിട്ട്. അതൊക്കെ ഈ ഇൻഫ്ലുവൻസ് ഇവിടുന്ന് വരുന്നതാണല്ലോ, അതൊരു കുറഞ്ഞ സാധനമായിട്ടാണ് ഇപ്പോഴും ചില ആൾക്കാർ കാണുന്നത്. അതിൻ്റെ ഇൻഫ്ലുവൻസ് ഇപ്പോഴും ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ സൂചിപ്പിച്ച പോലെ, അതിനുശേഷം ഈ സിമോൺ ഡെ ബോവറുടെ ബാക്കി പുസ്തകങ്ങൾ നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബാക്കി എഴുത്തുകൾ നോക്കിയാൽ ഇതിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു ഘട്ടം വരുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ അതും വായിച്ചുതരാം. സിമോൺ ഡെ ബോവർ പറയാണ്: അറ്റ് ദ ഏജ് ഓഫ് 40 ഐ തോട്ട് ഓൾഡ് ഏജ് ലൈസ് ഇൻ വെയിറ്റ് ഫോർ മീ അറ്റ് ദ ബോട്ടം ഓഫ് മൈ മിറർ. ഇറ്റ്സ് ഇൻഎവിറ്റബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയും. അതായത് അവർക്ക് ജീവിതത്തിൻ്റെ ഒരു അർത്ഥം ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തൊരു ഇടങ്ങാറായിട്ടുള്ളൊരു അവസ്ഥയിലാണ്. അവസാനം അതിൽ ഒരു സുദീർഘമായ കാര്യമാണ്. അതിൽ അവസാനം പറയുന്നുണ്ട്: ആസ് ഐ ലുക്ക് ബാക്ക് വണ്ടറിങ് ഓൺ ദ ക്രെഡിലസ് അഡോളസെന്റ് ദാറ്റ് ഐ വാസ്, ഐ ആം അസ്റ്റോണിഷ്ഡ് വെൻ ഐ റിയലൈസ് ഹൗ തറോലി ഐ ഹാവ് ബീൻ ചീറ്റഡ്. ചതിക്കപ്പെട്ടതെന്നാണ് അവർ പറഞ്ഞത്. ചീറ്റ് ചെയ്യപ്പെട്ടത് എന്നവർ തിരിച്ചറിയാണ്. അത് പിന്നീട് പ്രായമായ ശേഷം കുട്ടികളില്ല, ഒരു ഹസ്ബൻഡ് ഇല്ല, ഒറ്റയ്ക്ക് ജീവിച്ച് ഒറ്റയ്ക്ക് മരണപ്പെടുന്ന ഒരു വല്ലാത്ത സാഹചര്യത്തിലൂടെ എത്തുമ്പോഴാണ് ഇവർ സത്യം പറഞ്ഞാൽ തിരിച്ച് ഒരു ബോധം വരണത്. ഈ ആ ഒരു ചോരത്തിലപ്പുള്ള പ്രായത്തിൽ വല്ലാതെ ഫെമിനിസത്തിന് വേണ്ടി വാദിച്ചിട്ട് അവസാനം പോകുമ്പോൾ ഇത് ഒന്നും ഇല്ല എന്നത് തിരിച്ചറിയാൻ വളരെ വൈകിട്ടാണ് തിരിച്ചറിഞ്ഞത്. അപ്പോൾ ഇപ്പോഴത്തെ ഫെമിനിസ്റ്റുകൾക്ക് അത് മനസ്സിലാക്കാൻ ഇവരെ ഈ സിമോൺ ഡെ ബോവർ പൊക്കി പിടിക്കുന്നുണ്ടല്ലോ, അവരെ ബാക്കി പുസ്തകം കൂടെ വായിച്ചൂടെ? അതിന് ശേഷം എന്താ പറഞ്ഞത് എന്ന് വായിച്ചാൽ ഭയങ്കര തമാശയാണല്ലേ. ഈ ഇവരെയാണ് പിന്നെ ബേസ് ആയിട്ട് വെക്കുമ്പോൾ അവർ അതിന് ശേഷം എഴുതിയ പുസ്തകം, അതിൽ അവർ ഈ മുമ്പ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ, ആ ഐഡിയോളജി അവരെങ്ങനെ ചീറ്റ് ചെയ്തു, ഐഡിയോളജി തന്നെ അവരെ എങ്ങനെ ചീറ്റ് ചെയ്തു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. എനിക്കൊന്ന് ഈ അടുത്ത് നമ്മളെ പിന്നെ കേരളത്തിൽ വളരെ പ്രസിദ്ധിയായിട്ടുള്ള ഒരു ടി വി അവതാരിക, ഒരു ആങ്കറായിട്ടുള്ള വലിയ വലിയ പ്രോഗ്രാമുകളിലൊക്കെ, സ്റ്റാർ സിംഗർ അങ്ങനത്തെ ഒക്കെ പ്രോഗ്രാമുകളിലൊക്കെ അവതാരികയായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ, അവർ പിന്നെ ഈ അടുത്ത് പിന്നെ പറഞ്ഞിരുന്നു, എനിക്ക് ഒരുമാതിരി ജീവിതത്തിന് അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു പേര് ഞാൻ മറന്നുപോയി. എനിക്കൊരു അർത്ഥമില്ല എന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് പിന്നെ ഒരു കുടുംബം എന്നുള്ള അതൊന്നും ഇല്ലാത്തതുകൊണ്ട്
ഒരു ഈ പറഞ്ഞൊരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് അവർ നേരിടുന്നുണ്ട്. ഇത് ഇവർ മാത്രമല്ല, ഇപ്പം വെസ്റ്റിലൊക്കെ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. ഇപ്പോൾ ഈ ഫെമിനിസ്റ്റ് ചിന്താഗതികളുള്ള ആൾക്കാർ ഇപ്പോൾ സിമോൺ ഡി ബോർഡിനെ പറ്റി പറഞ്ഞു, ബെറ്റി ഫ്രീഡനെ പറ്റി പറഞ്ഞു, ജെറമിൻ ഗ്രിയർ, ഇവരൊക്കെ ഭയങ്കര ഇവർ അപ്പോസ്തലന്മാരെ കാണുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ പുസ്തകങ്ങൾ പിന്നീട് ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എന്നൊരു പുസ്തകമുണ്ട്, ബെറ്റി ഫ്രീഡൻ്റെ ഫെമിനിൻ മിസ്റ്റേക്കാണ് പൊതുവെ പൊക്കി പിടിക്കാറുള്ളത്. പക്ഷെ അതേശേഷം കുറച്ച് കാലം കഴിഞ്ഞ ശേഷം സെക്കൻഡ് സ്റ്റേജ് എന്ന പുസ്തകം അവർ തന്നെ എഴുതിയ പുസ്തകം. അതിലവർ ഇതിന് എല്ലാം യൂട്ടേൺ അടിക്കുകയാണ്. ഈ എന്തൊക്കെ ആശയങ്ങളാണോ ഫെമിനിസ്റ്റ് ആശയങ്ങൾ മുന്നോട്ട് വെച്ചാൽ അതിനൊക്കെ പിന്നീട് ഗതിച്ച് പറയുന്നത് ഒരു റിഗ്രറ്റ് ആയിട്ട് എഴുതുന്ന പുസ്തകമാണ് സെക്കൻഡ് സ്റ്റേജ്. പക്ഷെ അതും അതേപോലെ തന്നെ പബ്ലിഷ് പോലും ചെയ്യാൻ കിട്ടുന്നില്ല. ഞാൻ ആ പുസ്തകം കോപ്പി ഇട്ടാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ അതായിരുന്നു എന്നോട് മുമ്പ് സംസാരിച്ചത്, ആ പുസ്തകം കിട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഫിസിക്കൽ കോപ്പി ഒന്നും കിട്ടില്ല, PDF വെച്ചിട്ടാണ് ഞാനത് വായിച്ചത്. പ്രിന്റ് എവിടെയും പ്രിന്റ് ചെയ്യണമെന്നാണ്. പക്ഷേ നേരെ വെച്ചാൽ മറ്റേ അതിന് മുന്നേ പ്രസിദ്ധീകരിച്ച ഫെമിനിൻ മിസ്റ്റേക്ക് ഏത് സൈറ്റ് പോയാലും എവിടെ പോയാലും ഏത് പുസ്തകം പോയാലും ഇപ്പോഴും കിട്ടും. ഇത് എത്ര കൃത്യമായിട്ടാണ് അല്ലേ. ഇത് ഒന്ന് ഈ വിഷയങ്ങൾ പിന്നെ കുറച്ചൊന്ന് അധികാരമായിട്ട് പഠിക്കാൻ, ഡീപ്പായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ പറഞ്ഞ ഈ ഐഡിയോളജി പറഞ്ഞ ആൾക്കാരുടെ തന്നെ പിന്നീട് വന്ന പുസ്തകത്തിൽ അത് മിസ്റ്റേക്ക് പറയണമെന്ന് കേൾക്കണ്ട, ഇവര് തന്നെ ഇവർ പറഞ്ഞത് കേട്ടാൽ മതി, നമ്മൾ പറയുന്നത് കേൾക്കണ്ട. യെസ്, ഓക്കെ, നമുക്ക് അടുത്തൊരു വിഷയത്തിലേക്ക് കടക്കാം.